മരം കൊള്ള പരാതിയിൽ മുൻ SP സുജിത് ദാസിനെതിരെ സത്യസന്ധമായ അന്വേഷണം നടന്നില്ലെന്ന് PV അൻവർ. ഉദ്യോഗസ്ഥ തലത്തിൽ സുജിത് ദാസിന് സംരക്ഷണമൊരുക്കി. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. തൊണ്ടി മുതൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞയാളെ പോലും അവഗണിച്ചു. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. മുൻ SI ശ്രീജിത്തിന്റെ രാജി ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാമെന്നും PV അൻവർ മീഡിയ വണ്ണിനോട്. മരം മുറിച്ചു കളവായി കടത്തിക്കൊണ്ടുപോയി എന്നതൊരു വസ്തുതയാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. ആ SP ഓഫീസിൽ വെച്ച് മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ മരം ലേലത്തിലെടുത്ത വ്യക്തി വളരെ കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞതാണ്, 1 കിലോമീറ്റർ അപ്പുറത്താണ് പോലീസ് ക്യാമ്പ് ഓഫീസുള്ളത്, SP താമസിക്കുന്ന വീട്, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ പോകാം, ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റികൾ ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം അന്ന് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ SIT ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ആ കുറ്റികൾ ഐഡന്റിഫൈ ചെയ്യാൻ പോലും എന്ത് ചെയ്തില്ല, പോലീസ് SIT തയ്യാറായിട്ടില്ല. ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്ന അന്വേഷണം കോടതി മേൽ ഡയറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെന്റിൽ നടക്കുന്നത്. ഞാൻ അന്നും ആവശ്യപ്പെട്ടത് അത് തന്നെയാണ്. അതുപോലെയുള്ള ഒരു അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുള്ളൂ. ശ്രീജിത്തിന്റെ രാജി ഇപ്പോൾ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരവസ്ഥയിലാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി. ജംഷീർ, ഇന്നലെ SI ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ PV അൻവറിന്റെ പ്രതികരണം നമ്മൾ തേടിയതാണ്. ഇന്നാണ് അദ്ദേഹത്തെ ഒന്ന് ഒത്തുകിട്ടിയത്. സ്വാഭാവികമായും ആ മരംമുറി വിഷയം അദ്ദേഹം നൽകിയ പരാതിയാണ്, ശ്രീജിത്ത് നൽകിയ പരാതിയാണ് പിന്നീട് അൻവർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി ഇപ്പോൾ അത് എവിടത്തെ നിൽക്കുന്നു, അതൊക്കെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അൻവർ കാണുന്നത്? ഇപ്പം താമിർ ജിഫ്രി അടക്കമുള്ള വിഷയങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? അത് വലിയ കോലാഹലങ്ങളിലേക്കും രാഷ്ട്രീയ സംഭവവികാസങ്ങളിലേക്കും പോയതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ ഉന്നതരിലേക്ക്, പ്രത്യേകിച്ച് അന്നത്തെ SP ആയിരുന്ന ശ്രീജിത്ത് അന്നത്തെ SP ആയിരുന്ന SP സുജിദാസിലേക്ക് അടക്കം ഈ അന്വേഷണം പോയില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം, അതായത് PV അൻവർ അന്ന് വെളിപ്പെടുത്തിയ ഇന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട, കരിപ്പൂരുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശ്രീജിത്ത് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് ആ കാര്യം തന്നെയാണ് അത് പറഞ്ഞു വെക്കുന്നത്. താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിനകത്ത് ആദ്യഘട്ടത്തിൽ, മരമുറി കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഉന്നതര്, അതായത് SP ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഈ മരം ലേലത്തിനെടുത്തയാളുടെ മൊഴി രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകാനോ, അല്ലെങ്കിൽ ഈ ക്യാമ്പ് ഓഫീസിന് സമീപത്തെ അയൽവാസികളുടെ മൊഴിയെടുത്ത് മുന്നോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. കൃത്യമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആണ് ഇപ്പോൾ PV അൻവറും പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് കോടതി ഇടപെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. അല്ലാത്ത കാര്യത്തോളം കോടതി ഇടപെടുന്നില്ലെങ്കിൽ ഈ കേസിനകത്ത് ഒരു നീതി നടപ്പാകില്ല. കോടതി അതാത് സമയങ്ങളിൽ ഇടപെട്ട് കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ PV അൻവറും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഈ താമർ ജിഫ്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം വെളിയിൽ നിൽക്കുകയാണ്. അത് അവർക്ക് പങ്കുണ്ട്. പക്ഷേ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വേണ്ടപ്പെട്ടവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിദാസും ഉൾപ്പെടെയുള്ള ഉന്നതർ. അതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ വലിയൊരു പങ്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ചിലർ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ കേസിന്റെ ഭാഗങ്ങളിൽ എവിടെയും എത്തിപ്പെടാതെ പോകുന്നതും. ഇവർക്ക് സുജിദാസിനാണെങ്കിൽ പോലും ഇപ്പോൾ പിന്നീട് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ളവ നൽകുന്ന സമീപനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിലെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇടപെടൽ വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്.